വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. Sakira, Bazooka, Krakow. ചേടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. തിരിഞ്ഞോടിക്കോ, ബ്രിഡ്ജ് ക്രാക്ക് ആകുകയാണ്. പിന്നോട്ടല്ല മുന്നോട്ടോടണം, വേഗം ഓടിക്കോ. അത് ശരി, ഇതിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. बस का കൊള്ളാം കൊള്ളാം, എത്ര ധൈര്യമുള്ളവരാ അവര്, അല്ലേ ഷകോൾ? ഇനിയെങ്കിലും നീ നന്ദിയുള്ളവനായിരിക്കും. നായ്ക്കൾ എപ്പോഴും യജമാനനോട് വിശ്വാസമുള്ളവനായിരിക്കണം. അതാണ് ആ ഗുഹ. നമ്മൾ വേഗം ചെല്ലണം, നമ്മളുടെ കയ്യിൽ അധികം സമയമില്ല. ചേടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും പെയിന്റിങ്സ് ആണല്ലോ. ശരിക്കുള്ള പെയിന്റിങ്സ് നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നത്? 3 പെയിന്റിങ്സ് അവിടെയുണ്ട്. ഈ 3-ൽ ഏതോ ഒന്നിലാണ് മുത്തശ്ശനുള്ളത്. അപ്പൂപ്പൻ ഒരിക്കലും പുറത്തേക്ക് വരില്ല. ഞാൻ ആരെ അതിനകത്ത് അറസ്റ്റ് ചെയ്തു വെക്കുന്നുവോ അവന്റെ മാജിക് പവേഴ്സ് ടോട്ടൽ നശിച്ചു പോയിരിക്കും. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഷകാൽ, മുത്തശ്ശനിൽ നിന്നും ഞാൻ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ആത്മവിശ്വാസം. എനിക്ക് ഇതുവരെ എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ മുത്തശ്ശനെയും എനിക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. തേട്, വൈകുന്നേരം വരെ നിനക്ക് സമയമുണ്ട്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ അപ്പൂപ്പന്റെ ജീവിതം അവസാനിച്ചു. ഷക്കൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പെയിന്റിങ്ങിനെ 3 മാറ്റിയിരിക്കുകയാണ്. രുദ്ര, നടുക്കുള്ള പെയിന്റിംഗ് നോക്കിക്കേ. അതിന്റെ 2 സൈഡും ബ്ലാക്ക് ട്രാങ്ക്, പിന്നെ മൾട്ടി കളറിൽ പൂക്കളുള്ള വലിയ ട്രീസ് ഉണ്ട്. പിന്നെ നടുക്കുള്ള പെയിന്റിങ്ങിലെ ട്രീസും പുറകിലെ പെയിന്റിങ്ങിലെ ട്രീ പോലെ തന്നെ ഉണ്ട്. അതും പകുതി എന്ന് വെച്ചാൽ അതിനെന്താ അർത്ഥം? അതായത് അങ്ങനെയാണെങ്കിൽ ഒരു ഓഫ് ട്രീയിൽ നിന്നും മറ്റൊരു ഓഫ് ട്രീയിലേക്ക് നമുക്ക് പോവാൻ കഴിയും. അതായത് ഒരു പെയിന്റിങ്ങിൽ നിന്നും മറ്റൊരു പെയിന്റിങ്ങിലേക്ക്. പക്ഷെ നമ്മൾ എങ്ങനെയാ അകത്തേക്ക് പോവാ? ഇത് ചുമറ്റിൽ ഒട്ടിച്ചു വെച്ചിരിക്കുക. ഒന്ന് അലേർട്ടായിരിക്കണം, ഓർത്തു നോക്കൂ. ലൈബ്രറിയിലെ ബുക്കിൽ നമ്മൾ എന്താ വായിച്ചത്? മാജിക്കൽ പെയിന്റിംഗ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ ആരെങ്കിലും മാജിക്കൽ പെയിന്റിങ്ങിന്റെ അകത്ത് അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ആയ ആളുടെ മാജിക്കൽ പവർ അവസാനിച്ചു പോകും. പക്ഷെ ഒരാൾ സ്വയം അകത്തേക്ക് പോവുകയാണെങ്കിൽ അവരുടെ മാജിക്കൽ പവർ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും.
പെയിന്റിങ്ങിനകത്ത് എങ്ങനെയാ പോകുന്നത്? അതിന് പെയിന്റിംഗ് ചില സെക്കൻഡ് ലൈവ് ആകണം. നദി ഒഴുകാൻ തുടങ്ങും. മൃഗങ്ങൾ ജീവനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലിഞ്ഞ് നടക്കും. പിന്നെ ആ കാട് റിയലായി മാറും. പെയിന്റിങ്ങിന്റെ അകത്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അത് പെയിന്റിംഗ് അല്ല, അവനെ സംബന്ധിച്ച് അതൊരു കാട് തന്നെയായിരിക്കും. ശരിക്കുള്ള കാട്. ഇപ്പോഴത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഈ പെയിന്റിംഗ് എപ്പോഴാ ലൈവ് ആകാം? രുദ്ര, എന്നെ രക്ഷിക്കൂ. രുദ്ര, വേഗത്തിൽ എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്ക്. എന്നെ വലിച്ചിറക്കൂ. ഞാൻ മാജിക്, ഞാൻ മായാജാലം. ഇതൊക്കെ ചീറ്റിംഗ് ആണ്. രുദ്ര, റംഗീല, അതെല്ലാം ഷാക്കാലിന്റെ ചതിയാണ്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്നെ പുറത്തിറക്ക്. വേഗം വേഗമാവട്ടെ. ഞാൻ പുറത്തു വന്നിട്ട് അവനെ വക വരുത്തുന്നുണ്ട്. ഒന്ന് നിൽക്ക്. മുത്തശ്ശ, ഷാക്കാൽ മായനെയും വരണയും അകത്തേക്ക് വലിച്ചു കൊണ്ടുപോയിരിക്കാണ്. നിന്നെയും ഞാനിപ്പോൾ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. പെയിന്റിംഗ് ഇപ്പോൾ ലൈവാണ്. ഇപ്പൊ ഞാൻ സ്വയം അകത്തേക്ക് പോയാൽ എന്റെ മാജിക്കൽ പവേഴ്സ് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഷാക്കാൽ എന്നെ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയാൽ എന്റെ പവേഴ്സ് നശിക്കും. ഇല്ല ഇല്ല, രുദ്ര അതിനകത്തേക്ക് സ്വയം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അവൻ വലിയ ബുദ്ധിശാലിയാണ്. അവൻ അപ്പൂപ്പന്റെ കൈ പിടിച്ച് വലിച്ചതേയില്ല. നിങ്ങൾ മാത്രം ഇങ്ങനെ എന്തൊക്കെ പ്ലാനാ ചെയ്യുന്നത്? പക്ഷെ ആ രുദ്രയാണ് എല്ലാം കുളവാക്കുന്നത്. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ അവനോ ഒന്നും സംസാരിക്കാതെ വലിയ വലിയ കാര്യങ്ങൾ നേടുന്നു, അല്ലേ? ഒരു അക്ഷരം മിണ്ടി പോകരുത്. വെറുതെ ഓരോന്ന് രുദ്രയ്ക്ക് ഈ പെയിന്റിങ്സിനകത്ത് ജയ്സിംഗിനെ ഒരിക്കലും കണ്ടെത്താനാകില്ല. അവൻ ഏത് പെയിന്റിങ്സിൽ പോയാലും അതിൽ ജയ്സിംഗ് ഇല്ലെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഇപ്പൊ ജയ്സിംഗ്, രുദ്ര, മറ്റുള്ളവരെല്ലാവരും എന്റെ കസ്റ്റഡിയിലാണുള്ളത്. നാളെ സൺ സിറ്റി എനിക്ക് സ്വന്തമായി തീരും. എനിക്ക് ജനങ്ങൾ പറയാറുണ്ട് ടുമോറോ നെവേഴ്സ് കം. ഇപ്പൊ നീ മിണ്ടാതിരുന്ന് ഫിലിം കണ്ടുകൊണ്ടിരിക്ക. രുദ്ര എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്ക്. ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? റംഗീലോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. രുദ്ര, ഭാഗ്യത്തിനാ നീ എവിടെ എത്തിയത്. രുദ്ര, നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇനി നമ്മള് മുത്തശ്ശനെ എവിടെ തെരയുന്നത്? റംഗീലോ, മുത്തശ്ശനെ ഒന്ന് വിളിക്ക്. മുത്തശ്ശ, 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 മുത്തശ്ശ. ഓ, ഓടിക്കുറെങ്കിലോ. അല്ല, ഇനിയിപ്പൊ ഞാനെങ്ങനെ പറക്കുന്നേ? റംഗീലോ, വേഗം അതിൽ കയറിയിരിക്ക. ആ, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. വേഗം ഒന്ന് പറപ്പിക്ക രുദ്ര, പറപ്പിക്ക.
ഓടിക്കോ രുദ്ര, ഓട് ഓട്. ഇന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. ഓട് ഓട്. Watch India's largest kids library only on Jio Hotstar. Download the app now.